ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്നും ഒരു അടിപൊളി കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. മുഖം നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ ഇത് നല്ലതാണ്. അടിപൊളി റിസൾട്ട് തരുന്നതാണ്. നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് ഒരാഴ്ചയൊന്ന് ചെയ്ത് നോക്കുക. കിടു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോഴേ വേഗം തന്നെ നമുക്ക് ആ ടിപ്പ് ചെയ്യാം. അപ്പോൾ ഇതിന് 2 ഗ്യാസ് മാവന്മാർ പോലെ. അപ്പോൾ ഇതിന് 2 ഐറ്റങ്ങൾ മാത്രം മതി. എന്തൊക്കെയാണെന്ന് പറയട്ടെ. നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് വേണം. നല്ല കട്ട തൈര് മതി കേട്ടോ. ഇത് 2 മാത്രം മതി നമ്മുടെ ഈ ഒരു ടിപ്പിന്. അപ്പോൾ വേഗം തന്നെ നമുക്ക് അത് ചെയ്യാം. ക്യാരറ്റ് നീര് നമുക്ക് കുറച്ച് മതി കേട്ടോ. വെള്ളം മാതിരിയല്ലേ എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് എടുക്കണം. എന്തായാലും ആവശ്യത്തിന് എടുക്കണം. പിന്നെ നമ്മൾ നല്ല കട്ട തൈര് എടുക്കണം. വെള്ളം മാതിരിയുള്ള തൈര് എടുക്കരുത്. അപ്പോൾ നമ്മുടെ മുഖത്ത് അത് നിൽക്കത്തില്ല. നമുക്കതിനെ അറിയാവില്ല. ക്യാരറ്റിൻ്റെ ജ്യൂസും തൈര് വെള്ളം പോലെ ഇരിക്കുന്നതും കൂടെ ആകുമ്പോൾ അത് നമ്മുടെ മുഖത്ത് ഇരിക്കത്തില്ല. ഇനി ഊർന്നു പോയി ഇങ്ങനെ ഊർന്നു പോകും. നേരം നല്ല കട്ട തൈര് എടുക്കണം. പുളിയില്ലാത്ത തൈര് എടുത്താൽ മതി കേട്ടോ. അപ്പോഴും ഞാൻ കാണിച്ചു തരാം. നല്ല കട്ട തൈര് തന്നെ നമ്മൾ എടുക്കുക. ഇങ്ങനെയുള്ള കട്ട തൈര് എടുക്കണേ. അപ്പോൾ ഇത് 2 കൂടെ നമുക്ക് മിക്സ് ചെയ്ത് മുഖത്ത് ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നേരം നമ്മൾ ഇട്ടിരുന്നാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ട തൈര് എടുക്കണം കേട്ടോ. നല്ലത് ഇരിക്കട്ടെ. അപ്പോൾ നല്ല തിളക്കവും കളറും ഒക്കെ കിട്ടുന്നതാണ് മുഖത്ത് കേട്ടോ. തുടർച്ചയായിട്ട് മുഖക്കുരുവൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന ഇതാണ് കേട്ടോ. പായ്ക്കുകളാണ് നമ്മളിട്ട് കാണിക്കുന്നത്. അല്ലാതെ ഓയിലി സ്കിന്നായിട്ട് അങ്ങനെയുള്ളവർക്കൊന്നും ഒന്നുമല്ല. ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇന്നവർക്ക് ഇടാവൂ എന്നൊന്നും അപ്പോൾ നമ്മളെടുത്ത് പറയും. അങ്ങനെ ചെയ്യേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് എടുത്ത് പറയും. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടാൻ ഇത് സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതേ മിക്സ് ചെയ്തിട്ട് തന്നെ എൻ്റെ വെള്ളം മാതിരി ഒന്നും ഇരിക്കുകയല്ല കേട്ടോ. അപ്പോൾ നല്ല കട്ട തൈര് നമ്മൾ എടുക്കാൻ നോക്കണം. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാജും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഊർന്ന് പോകുന്നില്ല ഞാൻ തേച്ചപ്പോൾ. അപ്പോഴങ്ങനെയുള്ള നല്ല കട്ട തൈര് എടുക്കാൻ നമ്മൾ നോക്കണം. വെച്ച് നന്നായിട്ട് ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്ത് ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ ജ്യൂസ് ഞാൻ എടുക്കും. അപ്പോൾ ഇതൊക്കെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പുകളാണല്ലേ. നല്ല ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചത് കേട്ടോ. തണുപ്പില്ലാത്ത തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. തണുപ്പൊന്നും പിടിക്കാത്തവർക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെയാണ് തൈര് ഇരിക്കുന്നതെങ്കിൽ മാറ്റി വെച്ചിരുന്നാൽ തണുപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പുരട്ടി കൊടുക്കാം നമുക്ക്. നല്ല കിടു റിസൾട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഇത്. എന്തായാലും ഞാനിങ്ങനെ കാണിക്കുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മുഖത്ത് നല്ല തിളക്കവും കളറും ഒക്കെ കിട്ടുന്ന നല്ലൊരു പായ്ക്കാണിത് കേട്ടോ. പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരിക്കാം. ഇരുന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ തുടച്ചോ കഴുകിയോ മാറ്റാം. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മസാജ് കൂടെ കൊടുക്കാം. ഒരുപാട് എടുക്കണ്ട കേട്ടോ. ഒരുപാട് എടുത്താൽ കുറച്ച്. ഞാൻ എടുത്തത് 1 സ്പൂണ് എന്തായാലും നമ്മുടെ ക്യാരറ്റിൻ്റെ നീരുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല കട്ട തൈരും 1 സ്പൂണ് നമ്മളെടുത്തല്ലോ. അപ്പോഴത് മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം. കവിളൊക്കെ അങ്ങോട്ട് തുടുക്കട്ടെ നീ. അപ്പോഴിനി പശുവിനെ വാങ്ങിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കേട്ടോ. പാലും മോരും തൈരും ഒക്കെ വേണമല്ലോ നമ്മുടെ പായ്ക്കിനൊക്കെ. നമുക്കൊരു പശുമാമായി വാങ്ങിച്ചാൽ എന്താ? നിങ്ങളുടെ അഭിപ്രായം എന്താ? സുപ്പ് വാങ്ങിക്കട്ടെ. ആര് നോക്കും? അതാണ് കുഴപ്പം. എനിക്കിവിടെ തന്നെ നടക്കാൻ വയ്യ കേട്ടോ. ആര് നോക്കും?
സരസുവിനോട് പറയല്ലേ, വയ്യാത്ത സരസ് ഓടിച്ചിട്ട് അടിക്കും. പക്ഷെ സരസുവിന് ഇഷ്ടം, എപ്പോഴും പറയും ക്രാവിനെ വാങ്ങിക്കണമെന്നൊക്കെ കേട്ടോ. ഇപ്പോൾ എന്നെക്കൊണ്ട് മാത്രമേ എല്ലാം കൊണ്ടൊന്നും ഒക്കത്തില്ല കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയതൊന്നും ഒറ്റയ്ക്കൊന്നും ഒക്കത്തില്ല കേട്ടോ. ഞാൻ അടിപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ എടുപ്പ്. അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോഴതേ കുറച്ചുള്ളായിരുന്നേ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 15 മിനിറ്റ് നേരെ ഇരുന്ന് ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോഴും കാണാം അതിൻ്റെ വ്യത്യാസം. നന്നായിട്ട് ഇത്തിരി നേരം കൂടെ ഒന്ന് മസാജൊക്കെ ചെയ്ത് നിങ്ങൾ ഇരുന്നോളൂ. ഇരിക്കുന്നവരാണെങ്കിൽ ചെയ്യുന്നവരാണെങ്കിൽ കേട്ടോ, എന്തായാലും കിട്ടുക റിസൾട്ട് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. തുടർച്ചയായിട്ട് കൊച്ചു പെൺപിള്ളേരെ, ഞാനും കൊച്ചു പെൺകൊച്ചാന്നേ, അതിനു വേണ്ടി പ്രായമൊന്നും ആയില്ലെന്നേ. അപ്പോഴും നമുക്ക് കഴിയിട്ടൊക്കെ കാണാം കേട്ടോ. തീർന്നു, ഇനി കുറച്ചും കൂടി ഉള്ളൂ, അത് ഞാൻ പരട്ടിക്കോളാം അങ്ങ്. അപ്പോൾ കഴുത്തിൻ്റെ ഇവിടെ വരെ നമ്മൾ ഇടാനും നോക്കാം. അപ്പോഴേ കഴിയിട്ടൊക്കെ കാണാം കേട്ടോ. അപ്പോഴിതാ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കഴുകിയിട്ടൊക്കെ വന്നു. അടിപൊളി റിസൾട്ട് തരുന്ന നല്ലൊരു പായ്ക്കാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കളറൊക്കെ കിട്ടും, നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഓരോ പായ്ക്കുകൾ, ചില പായ്ക്കുകൾ ഇടുമ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നില്ല. അപ്പോഴതുപോലുള്ള ഇഷ്ടം തോന്നിയ ഒരു പായ്ക്കാണ് ഇത് കേട്ടോ, ഞാൻ ചെയ്ത് കാണിച്ചത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളുമാണ് 2 സംഭവങ്ങളും അല്ലേ. ഇച്ചിരി തൈരും ഇച്ചിരി ക്യാരറ്റും ഒക്കെ എടുക്കാത്ത ഏതെങ്കിലും വീടുണ്ടോ? ഇല്ല, എല്ലായിടത്തും കാണും. അപ്പോഴേ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ മുഖക്കുരുവൊക്കെ ഉള്ളവർക്ക് നല്ലതാണിത് കേട്ടോ. നന്നായിട്ട് പാട് മാറും. പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ ഒരാഴ്ച ഒന്ന് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് ചെയ്തു പോകും. നന്നായിട്ട് കളറ് മാറി വരും മുഖത്ത് കേട്ടോ. അപ്പോൾ വെളുക്കാനും തൊടുക്കാനും ഒക്കെ സൂപ്പറാണ് ഈ ഒരു ടിപ്പ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഒരു വിവരമൊക്കെ അറിയിക്കണം കേട്ടോ. അല്ലെങ്കിൽ തേച്ച് റിസൾട്ടൊക്കെ കിട്ടി കഴിയുമ്പോൾ നന്ദി ഒന്ന് അറിയിക്കണ്ടേ? നന്ദിയൊക്കെ അറിയിക്കുന്നുണ്ട് എല്ലാവരും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പായ്ക്കാണ് ഇന്ന് ചെയ്ത് കാണിച്ചത്. എനിക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.